മാള സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ സ്വന്തം ഭരണസമിതിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ നേതൃത്വത്തെ സമീപിക്കാനാണ് നീക്കം. ഞങ്ങളുടെ പാർട്ടിയുടെ ഘടകം എന്ന് പറയുന്നത് ബ്ലോക്ക് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയുമാണ്. ഈ കമ്മിറ്റികൾക്കൊന്നും ഈ പറയുന്ന ഭരണസമിതിയിൽ യാതൊരു നിയന്ത്രണവുമില്ല. പാർട്ടിയെ ഒരു വിധത്തിലും അനുസരിക്കുന്നവരുമല്ല ഭരണസമിതി അംഗങ്ങൾ. ഭരണസമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ ചില വ്യക്തി താല്പര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. എന്തായാലും പാർട്ടി ഇത് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ഇത് കൃത്യമായിട്ട് ജോയിന്റ് രജിസ്ട്രാറുടെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പാർട്ടിയുടെ ഒരു 9 അംഗ ഒരു സമിതി രൂപീകരിക്കുകയും ആ 9 അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂടി ഒരു 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 തീരുമാനത്തിന് വിധേയമായിട്ട് ഇതിലാരെങ്കിലും ഒക്കെ പാർട്ടിയുടെ ലേബലിൽ ഉന്നതമായ സ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാരെങ്കിലും ഒക്കെ ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ അത് അവരുടെ പേരിൽ തക്കതായ നടപടികൾ പാർട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കിരൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. കിരൺ, കരുവന്നൂർ മോഡൽ തട്ടിപ്പാണ് അറിഞ്ഞിടത്തോളം സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിൽ 10 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു. അതും ഈ സെക്രട്ടറി, മുൻപത്തെ ഇപ്പോഴത്തെയും ഭരണസമിതി അംഗങ്ങളുടെയൊക്കെ പേര് പരാമർശിക്കുന്നുണ്ട്. ഏതാണ്ട് 4 കോടിയോളം വെട്ടിച്ചു അവർ മാത്രം എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടി തലത്തിൽ തന്നെ അന്വേഷണവും അതിനുശേഷമുള്ള നടപടികളും അതങ്ങനെ വേണം എന്ന് തൃശൂർ ബ്ലോക്ക് കമ്മിറ്റി, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി തീരുമാനമെടുത്തു എന്നുള്ളതാണോ അറിയാൻ സാധിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലക്ഷ്മി, കുറെ വർഷങ്ങളായി തന്നെ കോൺഗ്രസിന്റെ ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന സഹകരണ ബാങ്കാണ് മാള സഹകരണ ബാങ്ക്. എന്നാൽ ഈ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തെ കൈയൊഴിയുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന ഈ ഭരണസമിതിയുടെ വീഴ്ചകളെ തുടർന്നാണ് ഈ തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറയുന്നത്. ഇവർ ആരും തന്നെ ഈ മാള സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലുള്ള ആരും തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തെ അനുസരിക്കുന്നവരല്ല. വീഴ്ച ഉണ്ടായവർക്കെതിരെ നടപടി വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ജില്ലാ കമ്മിറ്റിയോട് ഈ ബ്ലോക്ക് കമ്മിറ്റി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളാണ് ഈ വീഴ്ചയ്ക്ക് പിന്നിൽ എന്നുള്ളൊരു കാര്യമാണ് ഇവർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. നിലവിലിപ്പോൾ 22 കോടി രൂപയുടെ നഷ്ടമാണ് ഈ സഹകരണ ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ 10 കോടിയോളം രൂപ ഈ സഹകരണ ബാങ്കിന് അനധികൃതമായി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അനധികൃതമായിട്ട് ഒരു ലോൺ അനുവദിച്ചതും ഒപ്പം തന്നെ ഭരണസമിതിയിലെ അംഗങ്ങളുടെ ബന്ധുക്കൾക്ക് ലോൺ അനുവദിച്ചു എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേടുകൾ തന്നെയായിരുന്നു ഈ സഹകരണ ബാങ്കിന്റെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഭരണസമിതിയെ തന്നെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം കൈയൊഴിയുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കിരൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയാണ് അത് സഹകരണ ആക്ടിലെ ഉത്തരവ് അനുസരിച്ച് ക്ലാസ് 3 തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സ്വന്തം ഇഷ്ടപ്രകാരം കിരൺ പറഞ്ഞതുപോലെ സ്റ്റാഫുകളും മറ്റ് ശമ്പളം ആനുകൂല്യം ഒക്കെ എടുക്കുന്ന ക്ലാസ് 2 പ്രകാരം തന്നെയാണ് അങ്ങനെ ഒരു ക്രമക്കേട്. മാത്രമല്ല കോടികളുടെ വെട്ടിപ്പ്, ഈ പണം തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് തന്നെ നടപടികൾ എടുത്തു തുടങ്ങിയല്ലോ അല്ലേ? അത് കൂടാതെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് കൂടി പാർട്ടി തലത്തിൽ കൂടി ഒരു പക്ഷേ നടപടിയിലേക്ക് നീങ്ങുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ലക്ഷ്മി, ഈ ഭരണസമിതി അംഗങ്ങളിലെ ചിലർ ഇത്തരത്തിൽ ബന്ധുക്കൾക്കും മറ്റുമായിട്ട് അനധികൃതമായി ലോണുകൾ അനുവദിച്ചിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു ജോയിന്റ് രജിസ്ട്രാറിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ വഴികൾ ഇല്ലാത്ത സ്ഥലത്തിന് വേണ്ടി ലോൺ അനുവദിക്കുക, ഒപ്പം തന്നെ ഈ ലോൺ തിരിച്ച് പിടിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള ചില കാര്യങ്ങളായിരുന്നു ഈ രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് വലിയൊരു ക്ഷീണം കോൺഗ്രസിന് ഏൽപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അത് എത്രമാത്രമാണോ ജില്ലയിൽ CPM-ന് തിരിച്ചടിയായത്, അതേ രീതിയിൽ തന്നെ മാള സഹകരണ ബാങ്കിന്റെ തട്ടിപ്പും അത് പ്രതിപക്ഷം ഉയർത്തി കാണിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്നൊരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്
പ്രധാനമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് കമ്മിറ്റി തന്നെ ഇവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഭരണസമിതി അംഗങ്ങൾക്ക് ഇവർ പാർട്ടിയെ അനുസരിക്കുന്നവരല്ല എന്നുള്ളൊരു വിശദീകരണമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറയുന്നത്. ഏതായാലും 9 പേരടങ്ങുന്ന ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പാർട്ടി തലത്തിൽ കൂടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ശരി ശരി.